മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയോട് എയർ ഇന്ത്യയുടെ ക്രൂരത. എയർ ഇന്ത്യ വീൽചെയർ നിഷേധിച്ചതിനെ തുടർന്ന് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ 82-കാരി മുഖമിടിച്ചു വീണു. അപകടത്തിൽ മൂക്കിനും ചുണ്ടിനും പരിക്കേറ്റു. തലച്ചോറിൽ രക്തസ്രാവമെന്നും സൂചന. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ അതിദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ, അതായത് T3 ടെർമിനലിൽ എത്തിയത്. തന്റെ കൊച്ചുമകന്റെ വിവാഹത്തിന് ശേഷം അവർ ബാംഗ്ലൂരിലേക്ക് മടങ്ങുകയായിരുന്നു. നേരത്തെ ഈ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ യാത്രയ്ക്കായി ഒരു വീൽ ചെയർ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ വിമാനത്താവളത്തിൽ എത്തിയ ഇവർക്ക് വീൽ ചെയർ ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം കാത്തു നിന്നിരുന്നു. അതിനുശേഷം ഈ വയോധിക കുടുംബാംഗങ്ങളുടെ സഹായത്തോടു കൂടി വിമാനത്താവളത്തിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ മുഖം ഇടിച്ച് വീഴുന്നത്. തുടർന്ന് അവർക്ക് ഈ വൈദ്യസഹായം പോലും വിമാനത്താവളത്തിൽ വെച്ച് നൽകുവാൻ എയർ ഇന്ത്യ തയ്യാറായില്ല എന്നാണ് ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. ബംഗളൂരുവിൽ എത്തിയതിനു ശേഷമാണ് ഈ വിദഗ്ധ ചികിത്സ പോലും ലഭ്യമായത്. പക്ഷേ ബംഗളൂരുവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വയോധികയ്ക്ക് വലിയ തോതിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ബംഗളൂരുവിൽ എത്തിയതിനു ശേഷം ICUവിൽ വരെ പ്രവേശിപ്പിക്കാനുണ്ടായതെന്നും ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കുടുംബാംഗങ്ങൾ എയർ ഇന്ത്യക്കും അതുപോലെ തന്നെ DGCAക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതായത് ഈ യാത്രക്കാർ ഈ വയോധികയും അവരുടെ കുടുംബവും ഈ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട വയോധികയും അവരുടെ കുടുംബവും വൈകിയാണ് ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. അതുകൊണ്ടാണ് അവർക്ക് ഈ വീൽ ചെയർ ലഭ്യമാകാതെ പോയത്. കാരണം വലിയ തിരക്കായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വീൽ ചെയർ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ചികിത്സ ലഭ്യമാക്കിയിട്ടില്ല എന്ന ആരോപണവും. ശരി ബാലു, എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വളരെ നിശ്ചയിതാത്മകമായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളും വരേണ്ടതുണ്ട്.